കാശ് കടം ചോദിക്കരുത്. 10 പൈസ എൻ്റെ കയ്യിൽ അല്ല, അതിനല്ല. പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ. എന്ത് കാറാ? അല്ല, ബൈക്കാ. ബാ പഠിപ്പിക്കാല്ല. ഞാൻ ഈ ഫുഡിയുടെ പരിപാടി ഒന്ന് സെറ്റ് ആക്കി. അതിനാണ് എടുക്കുമ്പോ 2 എടുക്ക്. അപ്പൊ ഒറ്റ മെനക്കേടി പരിപാടി കഴിയും. കാശില്ലാ പോണു. വേണ്ട, തൽക്കാലം 2 മാത്രം മതി. ശരി. അതെ, ഈ ടീച്ചർ എവിടെയാ? ഇതാ അവിടെയുണ്ട്. കേറിക്കോ. ക്ലച്ച് പയ്യെ വിടണേ. അതെ, നേരെ. ഹലോ, ഗ്രൗണ്ടിലോട്ട് വരാൻ പറഞ്ഞു. ഓ, താനാണല്ലേ ആശാൻ പറഞ്ഞ പുതിയ സ്റ്റുഡന്റ്. മര്യാദക്ക്. ഹലോ, വണ്ടി ഓടിക്കാൻ അറിയോ? വണ്ടി ഓടിക്കാൻ അറിയെങ്കിൽ ഇങ്ങോട്ട് വരുമോ? നേരെ നേരെ. തുഴഞ്ഞു പോണം. 4 വീലറിന് പോകേണ്ടവരൊക്കെ പൊക്കോട്ടാ. അപ്പൊ ഞാനാ? താ ഇവിടെ നിക്ക്. ക്ലച്ച് ഓഫ് ചെയ്യ്. ഇറങ്ങിക്കോ. ഇത് ക്ലച്ച്, ഗിയർ, ആക്സിലറേറ്റർ, ഇവിടെ ബ്രേക്ക്. ഇതൊക്കെ എനിക്കറിയാം. എന്നാലും പറയും, ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഓ, പിടിച്ചോ. മാറി. അല്ല, എങ്ങോട്ടാ? വണ്ടി ഓടിക്ക. ആദ്യം തള്ളി പഠിക്ക്. എനിക്ക് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ട്. ഞാനാ ടീച്ചർ. ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. എന്നാ പിടിച്ചോ, തള്ളിക്കോ. ഒറ്റയ്ക്കോ? തള്ളടോ. നല്ലോണം തള്ളു. നല്ലോണം തള്ളങ്ങോട്ട്. എന്റെ പൊന്നെ, ഇന്നേ അവന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. പ്രസിഡന്റ് സ്ഥാനം പോയ ചെന്നിത്തല പോലെ ഇരുന്നേച്ചു. എന്താ ചിരിക്കാത്ത? ഓ, എനിക്കതിന് വലിയ കോമഡി ഒന്നും തോന്നിയില്ല. കൊച്ചു നമ്മൾ കാരണം അവനല്ലേ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോ പകയല്ല വേണ്ടത്, ഹെൽപ്പ്. ടീച്ചറെ, ചേച്ചി. ഓ, ആ രാജേഷ് ഇല്ല അവിടെ? അറിഞ്ഞില്ലേ? എന്ത് പറ്റി? ഹെൽത്തുകാർ വന്നേ എല്ലാം പൂട്ടിക്കെട്ടി. ഇപ്പൊ വലവലിക്കില്ല പണി. കണ്ടക്കളവിലേക്കാനും കാണും. അവിടെ വേറെ ആരുമില്ലേ? അവന് തന്നെന്തെല്ലാം ചെത്തിട്ടേ കൊറേ നാളായി. നീർക്കൂണൻ. നിങ്ങളെ കാണാൻ വേണ്ടി വന്നാണ്. ഇങ്ങ് വന്നേ മോനെ, ഇങ്ങ് വാ. പലഹാരം ഉണ്ടാക്കലൊക്കെ നിർത്തിയോ? കമ്പനിക്ക് ചീത്തപ്പേരായതുകൊണ്ട് കച്ചവടം തൽക്കാലത്തേക്ക് നിർത്തി. അതുകൊണ്ട് ബോർമ കൂട്ടി വൈകാതെ പുതിയ പേരിട്ട് തുടങ്ങണം. കൈപുണ്യം അതെല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. മനസ്സറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കുന്നവനും കൊടുക്കുന്നവനും ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ല കാലം വരും മോനെ. പറഞ്ഞു മാപ്പ്. പിന്നെ എപ്പോഴും ഞാൻ മാപ്പൊന്നും പറയൂല. ഓരുന്ന വഴിക്ക് എല്ലാം സമ്മതിച്ചാണേ. പറയടി. സോറി, ഞാൻ ഇനി വണ്ടി തള്ളിക്കില്ല. നാളെ തൊട്ട് ക്ലാസ്സിന് വരണം. എല്ലാം ഒന്നേ നമ്മൾ തുടങ്ങാം. ഒറ്റയ്ക്കാന്ന് വിചാരിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെയുണ്ട്.
തെരേസ, ആ ചായ എടുക്കട്ടെ? ഇല്ല, ഞങ്ങൾ ഇപ്പൊ കുടിച്ചേ ഉള്ളൂ. കുടിച്ചില്ല മോളെ, വെറുതെ പറയണേ. 2 ചായ എടുത്തു. ചായ എടുക്കാം. കുടിച്ചെന്ന് എവിടുന്ന്? മമ്മി 2 ചായ. അതെ, എന്താ ഉദ്ദേശം? എന്ത്? അല്ല, വീട്ടിൽ വിളിക്കുന്നു, ചായ കൊടുക്കുന്നു, ജിലേബി ഉണ്ടാക്കുന്നു, എന്താണ്? പോ അവിടുന്ന്. ബോർമയൊക്കെ തുടങ്ങിയോ? ഇല്ല, തുടങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയതായിരുന്നു. ആ, ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോ കൊണ്ടുവന്ന് തരണേ. തരാം. ശ്ശ്. ദാ, മേടിച്ചടാ, ആയത്തെ കഴിഞ്ഞിട്ടല്ലേ? Thank you. അടുത്ത ഫംഗ്ഷന് ലൈവ് ജിലേബി ബുക്കിംഗ് ആയിട്ടുണ്ട്. ആണോ? ഈ മാസം 20-ാം തീയതിയാണ്. നോട്ട് ചെയ്ത് വെച്ചോ. അടിപൊളി. അപ്പൊ സംഭവം ഹിറ്റായി. അതെ. ഒരു സെക്കൻഡ്. ഉഷേച്ചിയാണ്. ഉഷേച്ചി, ആ ആ വരാം. എന്താടാ? പെട്ടെന്ന് അത്യാവശ്യമായിട്ടൊന്നും വീട്ടിലോട്ട് അല്ല. അല്ല, അവിടെ അപ്പലങ്ങാനും കാഞ്ഞു പോയോ? അങ്ങനെയാണ്, നിങ്ങളല്ലേ വിളിക്കുള്ളൂ. അല്ല, എനിക്ക് മരണവാർത്ത കിട്ടി കഴിഞ്ഞാൽ തലവറങ്ങും. എന്നിട്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഞാനല്ലോ, നീയല്ലേ കേട്ടെ. അപ്പം ശരി. അല്ല, ചായ വേണ്ടെന്ന് പറയാം, ഇച്ചിരി അത്യാവശ്യമുണ്ട്. പെണ്ണുമ്പിള്ള വിളിച്ചേ. ശരി. എന്നാ പോട്ടോ വെച്ചേ. ഞാൻ വിളിക്കാം. എന്നാലും അത് എന്നായിരിക്കും? വീഡിയോ എടുക്കണം. ഇതൊന്ന് പോരെ. വേണ്ട അല്ലേ? രാജേഷേ, എടാ വന്നേ. എന്താണ്? പറയാം. എന്താണ്? വാ പറഞ്ഞ ആരും പറയടി. മിണ്ടാതിരിക്കും. ഉഷേച്ചി, എന്താ പറ്റിയേ? പറയാം വാ. ഒന്ന് മാറിക്കണ അതായത് ഗുണ്ടായിസോ. വരാന്തയില് ലാമ. നമുക്ക് വീണ് മാറിപ്പോയ. രാജേഷ് എന്ന് പറഞ്ഞു. പിന്നെ ഫ്രം ചൈന എന്നും പറഞ്ഞു. ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോ പിന്നെ പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലായില്ല. ചേച്ചി എന്താ ചോദിച്ചേ? യാര് എതുക്ക് വന്നേ, എപ്പടി വന്നേ, അപ്പടി എല്ലാം കേട്ടാച്ച്. തമിഴ് പറഞ്ഞാൽ അവർക്ക് വല്ലതും മനസ്സിലാവൂടി? എനിക്കറിയാവുന്നല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ബിഞ്ചേട്ടാ, ചോദിക്കാം. ആ ആരാ? യു ആരാ? Rajesh? രാജേഷ്. Hi, I am Seng Chong from China. എന്താ ഇവിടെ? വാട്ട്? I'm your Kochi-chan's friend from China. കൊച്ചച്ഛൻ Yes, yes. കൊച്ചച്ഛന്റെ കൂട്ടുകാരിയാണ്. കൊച്ചച്ഛന്റെ കൂട്ടുകാരിയാ, ചൈനന്ന് വന്നാ. കൊച്ചച്ഛൻ എവിടെ? നാട്ടുകാർ കണ്ടി വിടാൻ പറയടി. അമ്മ പുടി വിടുക. തമിഴ് നിങ്ങളെ ഞാൻ കാണിക്കാം. ഇങ്ങോട്ട് കേറി വിളിക്കാം. രാമേ, പക്ഷെ പേരും അറിയാം. എന്തിനാ കറിയുന്നേ? എന്താന്ന് വെച്ചാൽ ചോദിക്കണേ എന്താ പറ്റിയെന്ന്. അല്ല, നീ എന്തിനാ കാണിച്ചോ? ഇല്ല. അതിന് മുമ്പ് കരച്ചിൽ തുടങ്ങിയാണ്. ചൈനന്ന് കൊച്ചത്തിന് അച്ചാർ കൊടുത്തു വിട്ടാ. ഇത്രയും കൂടെ കരഞ്ഞതിനെത്തിനാ? എന്തു പറ്റി? വാട്ട് പറ്റി? It was a cardiac arrest. He's dead. കൊച്ചച്ഛൻ മരിച്ചാ? കൊച്ചിച്ച് മരിച്ചു. Before his death, he wanted only you to immerse his ashes in the river. And that's why I came. എന്ന് വെച്ചാ? That means മീൻ മേടിക്കണ? Shut up, ബിഞ്ചേട്ടാ. Bloody. മീൻ മേടിക്കണമെന്നല്ലേ പറഞ്ഞേ? രാജേഷേ, വാടാ ഭക്ഷണം കഴിക്കാം. വാടാ, വാ കഴിക്കാം നമുക്ക്.
എടാ പിന്നെ ആ പെങ്കച്ചനോട് വിളിക്കാം, ഒന്നിച്ചിരുന്ന് കഴിക്കാം. വിളിച്ചോണ്ടോ? ഫുഡ് റെഡി. ആ ബാ. Rajesh? 1 second. It was the only thing he kept wherever he went. Yeah, it's yours. You will be fine. അതെ, നീ വെച്ചോ അതെ, ജോത്സ്യര് വന്നു. കൂട്ടുവന്നോട്ടാ ജോത്സരെ, ഒന്നും കൂടെ വന്നൊരു കാര്യം പറയട്ടെ. എന്താണ്? ഓ ഇങ്ങോട്ടോ, അവിടെ ഒന്ന് അമാര് കേൾക്കും. അതെ, ഡാഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാല. അവൻ സാമ്പത്തികപരമായിട്ട് മൊത്തം പൊട്ടിയിരിക്കണേണ്. അതുകൊണ്ട് പുഴക്കരയിൽ വെച്ചിട്ട് ചെറിയൊരു കർമ്മം നടത്തി അസ്ഥി പുഴയിൽ എടുക്കുന്ന ഒരു കണ്ടീഷനിൽ പിടിക്കണം. സഞ്ജയന മടിയന്ത്രം 40. പഞ്ചമി ദോഷം ഉണ്ടെങ്കിൽ അതിന് കർമ്മം വേറെ ചെയ്യണം. പിന്നെ ഗണപതി ഹോമം, ഭഗവതി സേവ, ഒരു 1.5 ലക്ഷം രൂപ. ആഹാ, അന്ന് നാട് നോക്കാൻ പറഞ്ഞ നീയൊക്കെ എന്താണാ പറഞ്ഞത്? പറ്റിലെഴുതിക്കോളാം. അതൊരു തമാശ പറഞ്ഞല്ലേ ക്ഷമി. തമാശ? ജ്യോതിഷം ശാസ്ത്രമാണ്. അതിന്റെ മുമ്പ് തമാശ കളിച്ചാലേ പണി കിട്ടും. ജോത്സരെ ഇപ്പൊ പണി കിട്ടാതിരിക്കാൻ ഇപ്പൊ എന്താ? ഇന്നത്തെ ദക്ഷിണ ഡബിൾ ആക്കി തരാം. ജോത്സരെ വേണ്ടെങ്കിൽ വേണ്ട, പണിയാ സമ്മതിച്ച് തരാം. അതിനെ കാശ് പോവാൻ നേരത്തിന് തരാന്ന്. വേണ്ട വേണ്ട, അന്നത്തെ പോലെ പറ്റിലെഴുതിക്കാല്ലേ കയ്യിൽ വെച്ചാ മതി. അവിടെ നിൽക്കി തരാം. എന്നാ കൊണ്ട തിങ്ങ. പരേതന്റെ പേരും ജന്മനക്ഷത്രം എന്താ? പേര് ദാസൻ. നക്ഷത്രം? നക്ഷത്രം അറിഞ്ഞൂടാ. നക്ഷത്രം ഒന്ന് ഓർത്തു നോക്കി. അശ്വതി ഭരണി കാർത്തിക. കാർത്തിക ആ കൊച്ചച്ഛൻ്റെ നക്ഷത്രം കാർത്തിക എന്ന് നേരത്തെ പറഞ്ഞാണ്. ഞാനപ്പോ പറഞ്ഞാണ് കാർത്തിക. അപ്പ ദാസ് കാർത്തിക. മരണ നക്ഷത്രം? Which star he dead? What? His dead star. That star? What's that? ഇയാളുടെ ഡെഡ് സ്റ്റാറേ മരണ നക്ഷത്രം ഏതാ കൊച്ചേ? ദാറ്റീസ്. ദൈവമേ, ഇതിനോട് എങ്ങനെയാ പറയാ? മരിച്ചെന്നാണ് ചത്തതേ. Do you remember the date of death? It's required for the after death ceremony. Yeah, he died on 20th April. ഏപ്രിൽ 20 മരിച്ചതെന്ന്. ഏപ്രിൽ 20. അപ്പൊ സമയം ടൈം? I don't know. When I reached there, he was already dead. ഇയാൾ ചെന്നപ്പോഴേക്കും മരിച്ചു കിടക്കുമായിരുന്നു. ഓ, അപ്പൊ ടൈം ഇല്ലാതെ നോക്ക. ആ ദക്ഷിണ ഇങ്ങോട്ട് തന്നോളൂ. ദക്ഷിണ ഇത് വേറെടാ. ശനി, ശുക്രൻ, രാഹു, കേതു എല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ, നല്ല മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ദോഷവും ഇല്ല. What did you just say? Death is good. Good death. Good death? ആ, ഡെത്ത്. ഒന്ന് പോകച്ചാണ്. രാജ്യത്തിന് പുറത്ത് വെച്ച് മരിച്ചത് കൊണ്ടും ഇത്രയും ദിവസം ആയതുകൊണ്ടും സഞ്ജയനാദി കർമ്മങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ല. അതുകൊണ്ട് കടവിൽ വെച്ചൊരു പൂജ ചെയ്ത് ചിതാഭസ്മം പുഴയിൽ ഒഴിക്കാൻ മതി. ഓ, അത് മതി അത്രേ ഉള്ളു കാര്യം. കർമ്മ ഇപ്പൊ ചെയ്യണം. നാളെ ചെയ്യാം. ഒരു 10-നും 11-നും ഇടയ്ക്ക് കൊടുക്കാം. ഞാൻ പറയണ പോലെ പറയണം. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചൊല്ലൊന്നും ഇല്ലേ? ചൊല്ലോ എടോ, ഇതൊരു മന്ത്രമാണ്. എന്നാലും പറയാൻ ഇച്ചിരി പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞോളാം, താ ശ്രദ്ധിച്ചിരുന്നാ മതി. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ അമക നക്ഷത്രരാശിയെ പരേതസ്യ മമ മാതൃപ്രേത ആദ്യ കർമ്മം നമ. മരിച്ച ആളാരാണ്? കൊച്ചച്ഛനെ മനസ്സ് വിചാരിച്ച് ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈ പുഷ്പം പിണ്ടത്തിൽ അർപ്പിക്കുക.
അച്ചച്ചാ. റോൾഡ് ഗോൾഡാ. രാജേഷിന്റെ പെങ്ങളാണ് രാജി. ഓസ്കാർ ആയിട്ടോട്ടാ. എന്താണ്? ആക്ടിങ് ഉണ്ടല്ലേ, ആക്ടിങ്. ഓ ഇന്നലെ ഉച്ചയ്ക്ക് അറിയിച്ചിട്ട് ഇപ്പോഴാണ് വന്നത്. കാരണം എന്താണെന്നറിയോ? എന്താണ്? ഡാഷ് പൈസയൊക്കെ ഒന്ന് പേടിച്ചിട്ട്. ചേച്ചി ഇപ്പൊ തന്നെ വൈകി, ഞാൻ പിന്നെ വരാട്ടാ. ആ ഡാ, ഇനി ചടങ്ങുകളൊന്നും ബാക്കിയില്ലല്ലോ. ഇല്ല. ആ മോളെ അപ്പുറത്തെ വീട്ടിലാക്കിട്ടാ വന്നേക്കണേ. ഞാൻ എന്നാ പൊക്കോട്ടെ. ശരി ചേച്ചി. ഷെങ്ങും തെരസൊക്കെ എവിടെ? അവര് കഴിക്കണം. ആ തെരേസ ഷെങ്ങിനോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടാണ്. ചൈനക്കാരി എന്നാ പോണെന്നറിയണ്ടേ. തെരേസയോട് ഒന്ന് നൈസായിട്ട് ചോദിക്കാൻ പറഞ്ഞു. മോശമല്ലേ ചേട്ടാ, ഇത്രയും ദൂരം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് എപ്പോഴാ പോണെന്നൊക്കെ ചോദിക്കുന്നത്. അവൾ ഒരാഴ്ച കഴിയുമ്പോൾ പോയിക്കോളും. അതിപ്പം പോയില്ലെങ്കിലാ? പോയില്ലെങ്കിൽ അപ്പം ചോദിച്ചാൽ പോരെ? ആ അതിപ്പോ ചോദിച്ചോളൂ. രാജേഷേ, ആ എന്തായി ഒറ്റ ചോദിച്ചാ? പറയാം. കൊച്ചച്ചൻ കാശുമല്ലോ അയച്ചു തന്നിട്ടുണ്ടാ? ആ ഉണ്ട്. എത്ര? അത് പലപ്പോഴായിട്ടൊരു 8 ലക്ഷം രൂപ അയച്ചിട്ടുണ്ട്. അത് ഇവളുടെ മേടിച്ചിട്ടാ. ആണോ? ആ കാശ് തിരിച്ചു മേടിക്കാൻ കൂടിയിട്ടാ ഇവളിങ്ങോട്ട് വന്നേക്കണേ. അത് കൊടുത്തില്ലെങ്കിലാ? ഇവള് പോവില്ല. പോവില്ലേ? തനിക്ക് ഞാൻ തവിടില്ല. അപ്പൊ ദേ വന്നേക്കണ സണ്ണിക്കുട്ടി. എന്താ കഥ എന്ന് പറ. തരാം, ഫ്യൂ ഡേയ്സ് കഴിഞ്ഞ് തരാം. വാട്ട്? നൗ ടൈറ്റ്. ഇത്ര ടൈറ്റില്ല. ഓക്കേ. ഓ ഓക്കെ. യാ ഫൈൻ. ഓക്കെ എന്നാ പോ. ഓക്കെ, Here we ലെറ്റ്സ് go. ഗോ. Teresa, is saying here he paid the money after some time. ഇവിടുത്തെ ട്രോഫി ഒന്നും പോരാഞ്ഞിട്ടാ ചൈനയിൽ നിന്ന് ഒരെണ്ണം.